മൂവിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മനുഷ്യരെ കൊന്ന് അവരുടെ ചോര കുടിച്ച് അവരെ ഈ ഡീമൻസ് ആക്കുന്ന ഒരു തരം ഡീമൻസ്, അതായത് പിശാചുക്കൾ. ആ പിശാചുക്കളെ കൊല്ലാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ഡീമൻ സ്ലെയർ. ഇവർക്കൊരു ടീമുണ്ട്. ആ ടീമിന്റെ പേരാണ് ഹാഷ്റ. അതിൽ ഒരുപാടധികം ഡീമൻ സ്ലെയേഴ്സ് ഉണ്ട്. ഇനി ഈ ഡീമൻസിനെ പറ്റി നോക്കുവാണെങ്കിൽ ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഡീമൻസ് ഉണ്ട്, പവർ ഇല്ലാത്ത ഡീമൻസ് ഉണ്ട്. ഈ ഡീമൻസിന് തന്നെ വളരെ വലിയൊരു രാജാവുണ്ട്. പുള്ളിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത് ഇവരുടെ കയ്യിലുള്ള കട്ടാരം ഉപയോഗിച്ച് ഡീമൻസിന്റെ തല വെട്ടുക, എന്നാൽ മാത്രമേ അവർ മരിക്കുകയുള്ളൂ. രണ്ടാമത്തെന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം ഡീമൻസിന്റെ മേലിൽ തട്ടിക്കഴിഞ്ഞാൽ ഡീമൻസ് ഇല്ലാതെയായി മാറും. അങ്ങനെയാണ് ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി സാധിക്കുക. ഇനി കഥ നോക്കുവാണെങ്കിൽ ഒരു മലഞ്ചെരുവിൽ താമസിക്കുന്ന ഒരു കൊച്ചു പയ്യനും അവന്റെ കുടുംബവും, അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരു ഡീമൻ ഒരു ദിവസം കൊല്ലുവാണ്. എന്നാൽ ആ കൊന്ന കൂട്ടത്തിൽ തന്റെ അനിയത്തിക്ക് മാത്രം ചെറുതായിട്ട് ജീവനുണ്ടായിരുന്നു. ആ അനിയത്തി വളരെ പെട്ടെന്ന് തന്നെ ഡീമൻ ആവുമെന്ന് മനസ്സിലാക്കിയ ആ കൊച്ചു പയ്യൻ അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അവന്റെ കുടുംബത്തെ ഇല്ലാതാക്കി അവന്റെ അനിയത്തിയെ ഒരു ഡീമൺ ആക്കാൻ ശ്രമിച്ചിരുന്ന ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി ഡീമൺ സ്ലെയർ ആയിട്ട് മാറുന്ന ഒരു കൊച്ചു പയ്യന്റെ കഥ. തുടർന്ന് അവന് കിട്ടുന്ന വളരെ മനോഹരമായിട്ടുള്ള സുഹൃത്തുക്കളെയും വളരെയധികം വിഷ്വൽ ബ്യൂട്ടിയോടെ കാണിച്ചു തരുന്ന ഒരു സീരീസ് ആണ് ഡീമൺ സ്ലെയർ. ഫസ്റ്റ് സീസണിൽ മൊത്തം 26 എപ്പിസോഡാണ് ഉള്ളത്. 26 എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നുള്ളത് 2 മണിക്കൂർ അടങ്ങുന്ന ഒരു മൂവിയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സീസൺ കഴിഞ്ഞാലും അതേപോലെ തന്നെ ഒരു മൂവി, അത് കഴിഞ്ഞ് മൂന്നാമത്തെ സീസൺ. അങ്ങനെ 3 സീസണാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പേര് താഴെ കമന്റ് ആയിട്ട് ഒന്ന് ഇടുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും സമയം കളയാതെ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കഥാനായകനായിട്ടുള്ള ടാഞ്ചറോനെയും അവന്റെ അനിയത്തിയായിട്ടുള്ള നിസ്കോനെയാണ്. നിസ്കോക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ടാഞ്ചറോ നിസ്കോനോട് പറയുന്നു, നിസ്കോ, നീ ഒരിക്കലും എന്നെ വിട്ടു പോകരുത്. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. നീ മരിക്കരുത്. നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ടെൻഷനായിട്ട് ടാഞ്ചറോ എങ്ങോട്ടോ നടന്നു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. നമ്മൾ ടാഞ്ചറോ താമസിക്കുന്നത് ഒരു മലഞ്ചെരുവിലാണ്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടി കത്തിച്ച് അത് ചാർക്കോൾ പോലെ ആക്കി തിരിച്ച് ടൗണിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് നമ്മുടെ ടാഞ്ചറോന്റെ ജോലി. ടാഞ്ചറോന്റെ അച്ഛൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചുപോയി. അതുകൊണ്ട് ഇപ്പൊ കുടുംബം നോക്കേണ്ടത് നമ്മുടെ ടാഞ്ചറോന്റെ ചുമതലയാണ്. ടാഞ്ചറോ പതിവ് പോലെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ടൗണിലോട്ട് പോവാണ് ചാർക്കോൾ വിൽക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാവർക്കും ടാറ്റയെ കൊടുത്ത് അവൻ നേരെ ചാർക്കോൾ വിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവന്റെ അനിയത്തിയായിട്ടുള്ള നിസ്കോ ഒരു കൊച്ചുകുട്ടീനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. സൂക്ഷിച്ചു പോയിട്ട് വാ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കോയും ടാഞ്ചറോനെ യാത്രയാക്കുന്നു. അങ്ങനെ ടാഞ്ചറോ പട്ടണത്തിലോട്ട് പോകുന്നു. പട്ടണത്തിലെത്തിയ ടാഞ്ചറോ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അവർക്കൊക്കെ ടാഞ്ചറോനെ അറിയാം. അവർക്കൊക്കെ ടാഞ്ചറോനെ വലിയ കാര്യമാണ്. അങ്ങനെ അവരെല്ലാം ടാഞ്ചറോയുടെ കയ്യിൽ നിന്നും ചാർക്കോൾ മേടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഒരാൾ ഓടി വരുന്നു. ടാഞ്ചറോ, ഇന്ന് രക്ഷിക്കട്ടെ, എന്നെ ഇവര് തല്ലുന്നടാ എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടിയ പാത്രം എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഇത് ഞാനാണ് പൊട്ടിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ ടാഞ്ചറോനോട് പറയുന്നു. ടാഞ്ചറോ അതൊന്ന് മണത്ത് നോക്കിയിട്ട് പറയുവാണ്, ഇത് ഇവനല്ല പൊട്ടിച്ചത്, ഇത് ഇവിടുത്തെ പൂച്ചയാണ് പൊട്ടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഞ്ചറോക്ക് നന്നായിട്ട് തന്നെ സ്മെല്ല് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ടാഞ്ചറോ അതെല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് ചാർക്കോൾ എല്ലാം മുഴുവൻ വിറ്റുകൊണ്ട് സമയം രാത്രി ആവുന്ന സമയത്ത് തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാട്ടിലൂടെ നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ടാഞ്ചറോനെ വിളിക്കുന്നു. അതും ടാഞ്ചറോനെ അറിയുന്ന ആള് തന്നെയായിരുന്നു. ടാഞ്ചറോനോട് പറയുന്നുണ്ട്, നീ ഈ രാത്രി എങ്ങോട്ടാണ്? ഇപ്പൊ ഒന്നും പോകാൻ പറ്റില്ല, അവിടെ ഡീമൻസ് ഉണ്ടാവും, നിന്നെ അവർ തിന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ടാഞ്ചറോനോട് ഇന്നിവിടെ താമസിക്കാം, നാളെ എന്നിട്ട് പോവാം എന്ന് പറയുന്നു. അങ്ങനെ ടാഞ്ചറോയും അവർ പറഞ്ഞതല്ലേ, വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടും അവിടെ താമസിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അയാൾ ടാഞ്ചറോക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ടാഞ്ചറോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പറഞ്ഞ ഡീമൻസോ? അത് ശരിക്കും ഉണ്ടോ? അതൊക്കെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന കഥകളല്ലേ എന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നു, അല്ല, ഡീമൻസ് ശരിക്കും ഉണ്ട്. അവരെ നേരിട്ട് കണ്ട ആളുകളും ഉണ്ട്. അവർ ശരിക്കും രാത്രിയാണ് പുറത്തിറങ്ങുന്നത്. രാത്രി ഇറങ്ങി ഒറ്റയ്ക്ക് പോകുന്ന ആളുകളെയൊക്കെ പിടിച്ച് അവരുടെ ചോരയൊക്കെ കുടിച്ച് അവരെയും ഡീമൺ ആക്കി മാറ്റും. അതുകൊണ്ടാണ് നിന്നോട് ഇന്ന് പോവണ്ട എന്ന് പറഞ്ഞു എന്ന് ടാഞ്ചറോനോട് പറയുന്നു. ടാഞ്ചർ അയാളോട് ചോദിക്കുന്നു, ഈ ഡീമൺസ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് വീട്ടിൽ കയറിയിട്ടും ആളുകൾ ആക്രമിക്കുമെന്ന് ചോദിക്കുന്നു. അതെ, അത് വീട്ടിൽ കയറി ആക്രമിക്കുന്നു അയാൾ പറയുന്നു. അങ്ങനെ ടാഞ്ചർ മനസ്സിൽ വിചാരിക്കുന്നു, എന്റെ വീട്ടിലുള്ളവരെ ആക്രമിച്ചിട്ടുണ്ടാവോ? ഇല്ല, കാരണം ഇവിടെ പട്ടണം ആയതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് ഡീമൺസ് വരുന്നത്. ഞാൻ ഗ്രാമത്തിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് ഡീമൺസ് ഒന്നും വരില്ല എന്ന് പറഞ്ഞ് അവനെ തന്നെ സമാധാനിപ്പിച്ച് അവൻ അവിടെ കിടന്നുറങ്ങുവാണ്. പിറ്റേ ദിവസം രാവിലെ ആവുന്നു. ടാഞ്ചറോ അയാളോട് ടാറ്റ ബൈ ബൈ ഒരു നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നേരെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ടാഞ്ചറോ തന്റെ വീടിന്റെ അടുത്ത് എത്താനാവുന്ന സമയത്താണ് ടാഞ്ചറോക്ക് എന്തോ ഒരു സ്മെല്ല് കിട്ടുന്നത്. നോക്കുന്ന സമയത്ത് അത് ചോരയുടെ മണമായിരുന്നു.
ടാൻജിറോ അത് തന്റെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വീടിന്റെ അടുത്തോട്ട് ഓടി ചെല്ലുവാണ് ടാൻജിറോ. നോക്കുന്ന സമയത്ത് വീടിന്റെ മുൻപിൽ അതാ ഒരു കൊച്ചുകുട്ടിയെയും പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ അനിയത്തിയായിട്ടുള്ള നിസുക്കോ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ഇത് കണ്ട് ടാൻജിറോ ആകെ അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. നിസുക്കോ എന്ന് വിളിച്ചുകൊണ്ട് ടാൻജിറോ നിസുക്കോന്റെ അടുത്തോട്ട് ഓടി ചെല്ലുന്നു. നിസുക്കോ എഴുന്നേക്ക് നിസുക്കോ, എന്ത് പറ്റി നിസുക്കോ എന്ന് ടാൻജിറോ ചോദിക്കുന്നു. നിസുക്കോ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ടാൻജിറോ തന്റെ വീടിന്റെ അകത്തോട്ട് നോക്കുന്ന സമയത്താണ് തന്റെ അമ്മയും തന്റെ അനിയനും തന്റെ അനിയത്തിയും ചോരയിൽ കുളിച്ചുകൊണ്ട് അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ടാൻജിറോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ അനിയത്തിയായിട്ടുള്ള നിസുക്കോയുടെ വിരൽ നൈസായിട്ട് അനങ്ങുന്നത് കാണുന്നത്. ഇത് കണ്ട് ടാൻജിറോ നിസുക്കോക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നിസുക്കോനെയും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ടൗണിലാണ് ഹോസ്പിറ്റൽ ഉള്ളത്. അങ്ങോട്ട് നിസുക്കോനെയും പിടിച്ചുകൊണ്ട് പോകുന്ന സീനാണ് നമ്മൾ മൂവിയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ നിസുക്കോനെ കൊണ്ടുപോകുന്ന സമയത്ത് ടാൻജിറോ പറയുന്നു, നിസുക്കോ നിന്നെ ഞാൻ ഒരിക്കലും മരണത്തിന് വിട്ടുകൊടുക്കില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിസ്കോ എന്നെ വിട്ടു പോവില്ല നിസ്കോ, തീർച്ചയായിട്ടും നിന്നെ രക്ഷിക്കും നിസ്കോ എന്നും പറഞ്ഞുകൊണ്ട് ടാൻജിറോ ഓടുവാണ്. ഇത് സമയത്ത് നിസ്കോന് ജീവൻ വരുവാണ്. നിസ്കോ ഒരു ഡീമണായിട്ട് മാറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നിസ്കോയുടെ പല്ലൊക്കെ ഡീമൺസിനെ പോലെ ആയിട്ടുണ്ട്. അവളുടെ കണ്ണും ഡീമൺസിനെ പോലെ ആയിട്ടുണ്ട്. ടാൻജിറോനെ ആക്രമിക്കാൻ വേണ്ടി നിസ്കോ ശ്രമിക്കുന്നു. ഇതേ സമയം അവരാ മലഞ്ചെരിവിൽ നിന്നും താഴോട്ട് വീഴുന്ന ടാൻജിറോ വീഴുന്നത് ഒരു മഞ്ഞിലോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഒന്നും തന്നെ പറ്റുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ അനിയത്തിയായിട്ടുള്ള നിസുക്കോ എവിടെയാണെന്ന് നോക്കുന്ന സമയത്ത് അതാ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഡീമണായിട്ട് മാറാൻ വേണ്ടി നിൽക്കുന്ന നിസുക്കോനെ കാണുവാണ്. നിസ്കോ എന്ന് പറഞ്ഞ് നിസ്കോയുടെ എടുത്തോട്ട് വരുവാണ് ടാൻജിറോ എടുത്തു വന്ന് നോക്കുന്ന സമയത്താണ് കാണുന്നത് നിസുക്കോ ഒരു ഡീമണായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഡീമണായ നിസ്കോ ടാൻജിറോയെ കടിക്കാൻ വേണ്ടി ടാൻജിറോന്റെ അടുത്തോട്ട് ചാടുന്നു. ടാൻജിറോ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാൾ ഉപയോഗിച്ച് ആ കടിയിൽ നിന്നും തടയുവാണ്. ഇതേ സമയം തന്നെ ടാൻജിറോ മനസ്സിൽ പറയുന്നു, ഏയ് നിസ്കോ, നീയല്ല നമ്മുടെ കുടുംബത്തെ കൊന്നതെന്ന് എനിക്കറിയാം. കാരണം നിനക്ക് അതിന് സാധിക്കില്ല. നീ ഒരിക്കലും ഒരു ഡീമൺ ആയിരുന്നില്ലല്ലോ. നീ ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വന്നു നോക്കുന്ന സമയത്ത് നീ നമ്മുടെ കൊച്ചുകുട്ടിയെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. മാത്രമല്ല എനിക്ക് അവിടെ വേറൊരു സ്മെല്ല് കൂടി കിട്ടിയിരുന്നു. അതാണ് യഥാർത്ഥ ഡീമന്റെ സ്മെല്ല്. എനിക്ക് മനസ്സിലാവും നിന്നെ ഇങ്ങനെ ആക്കിയവനെ തീർച്ചയായിട്ടും ഞാൻ കൊന്നുകളയും. നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ ആക്കിയവനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. നിന്നെ ഞാൻ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാൻജിറോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിസുക്കോയും കരയുന്നുണ്ട്. നിസുക്കോനോട് പറയുന്നു, എന്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ നിന്നെ രക്ഷിക്കും. നിസ്കോ, നീ ഒരിക്കലും പേടിക്കണ്ട. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. നിന്നെ ഞാൻ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞ് ടാൻജിറോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് അങ്ങോട്ടൊരു ഡീമൺ സ്ലെയർ വരുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കട്ടാര ഉപയോഗിച്ച് ടാൻജിറോയുടെ അനിയത്തിയായിട്ടുള്ള നിസുക്കോയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ടാൻജിറോ നിസുക്കോയെ അതിൽ നിന്ന് രക്ഷിക്കുകയാണ്. ടാൻജിറോയുടെ തലയിലെ മുടി മാത്രം നൈസായിട്ടൊന്നും മുറിഞ്ഞു പോകുന്നു. എഴുന്നേറ്റ് നിന്ന ടാൻജിറോ ഇവൻ ആരാ, എവിടുന്ന് വന്നു, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നും പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന കട്ടാരയിലോട്ട് നോക്കുന്നു. അതിൽ ഡീമൺ സ്ലെയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ടാൻജിറോക്ക് മനസ്സിലാകുവാണ് ഡീമൺസിനെ കൊല്ലാൻ വേണ്ടി വന്ന ഡീമൺ സ്ലെയർ ആണ് ഇവൻ ഇപ്പോൾ ഇവന്റെ അനിയത്തിയെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഡീമൺ സ്ലെയറിന്റെ പേരാണ് ജിയോ ടോമിയോവ. നമുക്ക് ജിയോ എന്ന് വിളിക്കാം. ജിയോ, നിസ്കോയെ കൊല്ലാൻ വേണ്ടി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ എന്തിനാ ഡീമനെ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്നു. ടാൻജിറോ പറയുന്നു, ഇതെന്റെ അനിയത്തിയാണ്, ഇവളെ കൊല്ലാൻ പാടില്ല, ഇവളെ കൊല്ലരുതെന്ന് പറയുന്നു. ഇത് കേട്ട് ജിയോ, ഈ ഡീമണാണോ നിന്റെ അനിയത്തി? ഇവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് അവളെ കൊല്ലാൻ വേണ്ടി അവളുടെ അടുത്തോട്ട് വരുന്നു. ഇതിനോടകം തന്നെ ടാൻജിറോ നിസ്കോയെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവളെ പൊത്തി പിടിച്ച് താഴോട്ട് നിൽക്കുന്ന സമയത്താണ് ടാൻജിറോ ആ കാര്യം മനസ്സിലാക്കുന്നത്. തന്റെ കയ്യിൽ തന്റെ അനിയത്തിയില്ല. നോക്കുന്ന സമയത്ത് ജിയോയുടെ കയ്യിലുണ്ട്. ജിയോയുടെ കയ്യിലുണ്ടായിരുന്ന നിസ്കോയെ കൊല്ലാൻ വേണ്ടി ജിയോ തീരുമാനിക്കുന്നു. അവളെ കൊല്ലല്ലേ, അവളെ എന്റെ അനിയത്തിയാണ്, അവളൊരു ഡീമൻ ആണെങ്കിൽ പോലും ഞാൻ അവളെ രക്ഷിക്കുമെന്ന് നിസുക്കോ ടാൻജിറോ ജിയോനോട് പറയുന്നു. ഇത് കേട്ട് ജിയോ പറയുന്നു, ഇവിടെയുള്ള ഡീമൺസിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയാണ് എന്നെ പോലെയുള്ള ആളുകളെ നിയമിച്ചിട്ടുള്ളത്. എനിക്ക് എന്റെ ജോലി ചെയ്തേ പറ്റൂ. ഇവളെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരെ ഉപദ്രവിക്കും. ഇത് കേട്ട് ടാൻജിറോ പറയുന്നു, ഇല്ല, അവൾ ഒരിക്കലും മനുഷ്യരെ ഉപദ്രവിക്കില്ല. അവളല്ല എന്റെ കുടുംബത്തെ കൊന്നത്. എന്റെ കുടുംബത്തെ കൊന്നത് വേറൊരു ഡീമനാണ്. എനിക്ക് വേറൊരു സ്മെല്ല് കിട്ടിയതാണ് എന്ന് ടാൻജിറോ ജിയോനോട് പറയുന്നു. ഇതൊന്നും കേൾക്കാതെ ജിയോ നിസുക്കോയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതേ സമയം ടാൻജിറോ മുട്ടുകുത്തിയിരുന്ന് ജിയോനോട് പറയുന്നു, അവളെ കൊല്ലല്ലേ, എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചുപോയി, എനിക്കിനി അവള് മാത്രമേ ഉള്ളൂ, എനിക്ക് അവള് കൂടി മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കുടുംബമില്ല, അവളെ കൊല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ജിയോനോട്. ഇത് കേട്ട് ജിയോക്ക് ദേഷ്യം വരുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ഭീരുവിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ ഒരിക്കലും ഇങ്ങനെ കരഞ്ഞപ്പെടുന്ന നടക്കുന്നതൊന്നും മാറാൻ പോകുന്നില്ല. ഇവളെ കൊല്ലാനേ എല്ലാ ഡീമൺ സ്ലെയറും തീരുമാനിക്കൂ. മനുഷ്യർ ഇവളെ കൊല്ലാൻ തന്നെ തീരുമാനിക്കൂ. ഒരിക്കലും ഒരു ഡീമൺ മനുഷ്യരുമായിട്ട് ഒത്തുപോകില്ല.
മനുഷ്യരുടെ ചോര കുടിക്കലാണ് ഡീമൻസിന്റെ പണി എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചറിനോട് ജിയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ട് ടാഞ്ചറോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജിയോ മനസ്സിൽ പറയുന്നു, എനിക്കറിയാം നിന്റെ വിഷമം, നിനക്കൊരു കുടുംബമില്ല, ആകെയുള്ളത് നീ അനിയത്തി മാത്രമാണ്. എന്നാൽ ഇവളൊരു ഡീമനാണ്, ഇവളെ കൊന്നേ എനിക്ക് പറ്റുള്ളൂ. സ്വർഗത്തിൽ പോയിട്ടെങ്കിലും ഇവള് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ജിയോ അവന്റെ കട്ടാരം ഉപയോഗിച്ച് നിസുക്കോയെ കുത്തുന്നു. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ടാഞ്ചറോ അവിടെ ഉണ്ടായിരുന്നൊരു കല്ലെടുത്ത് ജിയോയുടെ മേത്തോട്ട് എറിയുന്നു. എന്നാൽ ജിയോ തന്റെ കട്ടാരം ഉപയോഗിച്ച് ആ കല്ല് തടുകുവാണ്. ഇതേ സമയം തന്നെ മഞ്ഞ് കാറ്റൊക്കെയാ വരുന്നത്. മഞ്ഞ് കാറ്റ് കണ്ട് ടാഞ്ചറോ അവിടെ ഉണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് ജിയോയെ വെട്ടാൻ വേണ്ടി ഓടി വരുന്നത്. എന്നാൽ ദിശമായി വരുന്ന ടാഞ്ചറോയെ പെട്ടെന്ന് ജിയോ കാണുന്നില്ല. എന്നാലും ടാഞ്ചറോയെ അടിച്ചിടുവാണ് നമ്മുടെ ജിയോ. നിന്നോട് മണ്ടത്തരം കാണിക്കല്ലേ എന്ന് പറഞ്ഞതല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചറോയെ ബോധം കെടുത്തിയിടുവാണ് ജിയോ. എന്നാൽ ഇതേ സമയമാണ് ടാഞ്ചറോയുടെ കയ്യിലുണ്ടായിരുന്ന കോടാലിയെ പറ്റി ജിയോ ചിന്തിക്കുന്നത്. അത് അവന്റെ കയ്യിൽ കാണുന്നില്ല. അത് എവിടെയാണെന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്താണ് മുകളിൽ നിന്നും കോടാലി പറന്ന് ജിയോയുടെ മേത്തോട്ട് വരുന്നത്. ജിയോ ജസ്റ്റ് മിസ്സിന് ആ കോടാലിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അവന്റെ കയ്യിൽ കോടാലി ഉണ്ടായിരുന്നല്ലേ, ഇതെങ്ങനെ ഇപ്പൊ ഇവിടുന്ന് വന്നത്? അവൻ കല്ലെറിഞ്ഞ് എന്നെ ദിശ മാറ്റി അവന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി എന്റെ നേരെ എറിഞ്ഞ് അവന്റെ കയ്യിൽ കോടാലി ഉള്ളതുപോലെ അവൻ എന്റെ അടുത്തോട്ട് വന്നു. അപ്പോൾ അവന് അറിയാമായിരുന്നു ഞാൻ അവനെ അടിച്ച് താഴെ ഇടുമെന്ന്. ശരിക്കും നീ ആരാ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ജിയോ ടാഞ്ചറോയെ നോക്കി പറയുന്നു. ഇതേ സമയത്താണ് ജിയോനെയും തള്ളി തെറിപ്പിച്ചുകൊണ്ട് നിസുക്കു നേരെ ടാഞ്ചറോന്റെ അടുത്തോട്ട് പോകുന്നത്. ജിയോ മനസ്സിൽ വിചാരിക്കുവാണ്, ഏയ് ഡീമൺ അവനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു നിൽക്കുന്നത്. ഇതേ സമയമാണ് ജിയോ ആ കാര്യം കാണുന്നത്. നോക്കുന്ന സമയത്ത് ടാഞ്ചറോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിസുക്കോ ശ്രമിച്ചിരുന്നത്. നിസുക്കോ ടാഞ്ചറോയെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. അങ്ങനെ നിസുക്കോ നേരെ ജിയോയുടെ അടുത്തോട്ട് വന്ന് ജിയോയെ ആക്രമിക്കുന്നു. ജിയോയെ ആക്രമിക്കുന്ന സമയത്ത് ജിയോ നൈസായിട്ട് അതിൽ നിന്നും വഴി മാറി കൊടുക്കുകയാണ്, നിസുക്കോയെ കൊല്ലണ്ട എന്ന് വെച്ച്. കാരണം ജിയോക്ക് മനസ്സിലാവാണ് നല്ല ഡീമൺസും ഉണ്ട്, മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഡീമൺസും ഉണ്ട്. ശരിക്കും ഇവൾ മരിക്കേണ്ടവളല്ല എന്ന് ജിയോക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ജിയോ നിസുക്കോയെ ബോധം കെടുത്തി അവിടെ ഇടുന്നു. നേരെ ടാഞ്ചറോടെ എടുത്തു കൊണ്ടുപോയി കടത്തുന്നു. ടാഞ്ചറോക്ക് ബോധം വന്ന് നോക്കുമ്പോൾ നിസുക്കോ തന്റെ അടുത്ത് കിടക്കുന്നുണ്ട്. നിസുക്കോക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നീ എഴുന്നേറ്റോ എന്ന് ജിയോനോട് ടാഞ്ചറോ ചോദിക്കുന്നു. എന്നിട്ട് ജിയോ ടാഞ്ചറോനോട് പറയുന്നു, നീ ഉടനെ തന്നെ മലമുകളിൽ താമസിക്കുന്ന കോഞ്ചറോ കൊടാക്കി എന്ന് പറയുന്ന വയസ്സായ ആളെ പോയി കാണണം. ജിയോ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ഞാൻ അവരോട് പറഞ്ഞോളാം. മാത്രമല്ല നിന്റെ അനിയത്തിയെ സൂര്യപ്രകാശം തട്ടാതെ നോക്കണം.